ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യഥാർത്ഥ വിശ്വാസികളോട് ഒരു പ്രത്യാശ പറയട്ടെ. ഈ തട്ടിപ്പുകാരനെല്ലാം സ്വയം കുഴി തോണ്ടും, അത് ഉറപ്പാണ്. അവൻ കുടുങ്ങാനുള്ള വകുപ്പ് അവൻ്റെ നാവേൽ നിന്ന് ദൈവം തന്നെ വരുത്തും. കാരണം ഒത്തിരി കാലം ഒന്നും ഈ കളികളൊന്നും ദൈവം സമ്മതിക്കില്ല. നമ്മൾ അപ്പസ്തോല പ്രവൃത്തിയുടെ 1-ാം അധ്യായത്തിൽ അതിൻ്റെ 4-5 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു. യേശുവിൻ്റെ ക്രൂശ് മരണവും അടക്കവും ഉയർപ്പും ഒക്കെ കഴിഞ്ഞ് 40 ദിവസത്തോളം അവൻ ഭൂമിയിൽ തൻ്റെ ശിഷ്യന്മാരെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞും പ്രവർത്തിച്ചും പ്രാർത്ഥിച്ചും പഠിപ്പിച്ചും ഒക്കെ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എന്നിട്ട് അതിൻ്റെ 4-5 വാക്യങ്ങളിൽ ഒരവസരത്തിൽ അവരുടെ കൂടെ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് അവരോട് കൽപ്പിച്ചു, നിങ്ങൾ യെരൂശലേം വിട്ടു പോകരുത്, എന്നിൽ നിന്ന് കേട്ട പിതാവിൻ്റെ വാഗ്ദാനത്തിനായി കാത്തിരിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, എന്നാൽ നിങ്ങൾക്ക് ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ സ്നാനം ലഭിക്കും എന്ന് അവൻ അവരോട് പറയുകയും അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ അവനോട് പറഞ്ഞു, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കുകയും യെരൂശലേമിലും യഹൂദയിൽ എല്ലാവരുത്തും ശമര്യയിലും ഭൂമിയുടെ അതിരുകൾ വരെയും എൻ്റെ സാക്ഷികളായി തീരുകയും ചെയ്യും എന്ന് പറഞ്ഞു. ഇതാണ് കർത്താവ് ഏറ്റവും അവസാനം അവരോട് പറഞ്ഞത്. എന്നിട്ട് അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ ഇത് പറഞ്ഞ ശേഷം അവർ നോക്കിക്കൊണ്ടിരിക്കെ അവിടുന്ന് ഉയരങ്ങളിലേക്ക് എടുക്കപ്പെട്ടു, ഒരു മേഘം അവരുടെ കാഴ്ചയിൽ നിന്ന് അദ്ദേഹത്തെ മറച്ചു എന്നൊക്കെ നമ്മൾ വായിക്കുന്നു. ഈ കർത്താവ് പറഞ്ഞ പരിശുദ്ധാത്മാവ് അപ്പസ്തോല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ ഭൂമിയിൽ ശക്തിയോടെ വരികയും മർക്കോസിൻ്റെ മാളിക മുറിയിൽ ഭയപ്പെട്ടിരുന്ന സ്ത്രീകന്മാരുടെ മേൽ വരികയും അന്ന് ഭയം വിട്ടിട്ട് പത്രോസ് എഴുന്നേറ്റ് നിന്ന് ആദ്യത്തെ പ്രസംഗത്തിൽ 3000 പേര് ദൈവസഭയോട് ചേരുകയും ചെയ്യുകയൊക്കെ ചെയ്തു എന്ന് നമ്മൾ അപ്പസ്തോല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ വായിക്കുന്നു. അങ്ങനെ ഉണ്ടായിരുന്ന 120 പേരും ഉണ്ടായിരുന്ന 3000 പേരും ചേർന്ന് ആദ്യം ഉണ്ടായ ദൈവസഭ ഏതാണ്ട് ഒരു 120 വർഷം മുമ്പ് അതിൻ്റെ ഒരു ഭാഗം അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കേരളത്തിലും ഈ വിശ്വാസം വരികയും ഇത് വളരെ പെട്ടെന്ന് ആദ്യകാല പിതാക്കന്മാർ നേരും നെറിയോടുകൂടി ഇത് ഏറ്റെടുക്കുകയും വളരെ വിശുദ്ധ ജീവിതത്തോടുകൂടി അവർ മുന്നേറുകയും മണ്ണിനോട് മല്ലടിക്കുകയും ഒക്കെ ചെയ്ത 1-ാം തലമുറ ദൈവത്തെ കമിഴ്ന്ന് വീണ് ആരാധിച്ച് വചനം പറയുന്നതനുസരിച്ച് വ്യവസ്ഥ പോലെ ജീവിച്ചപ്പോൾ അവരുടെ തലമുറകൾ കയറി വരികയും ഇന്നത്തെ കുമ്പനാട് പോലെയുള്ള കേന്ദ്രങ്ങളൊക്കെ ഉണ്ടായി വരികയും ഒക്കെ ചെയ്തു. എന്നാൽ അന്നത്തെ കാലത്തുണ്ടായിരുന്ന സംഘടനാ തലപ്പത്തും നേതൃത്വത്തിലും ഒക്കെ ഉണ്ടായിരുന്ന വിശുദ്ധന്മാരുടെ സ്ഥാനത്ത് ഇന്ന് കസേരകളിയും രാഷ്ട്രീയവും അധികാരവും തീറ്റയും കുടിയും ഒക്കെ ആയിട്ട് സംഘടനക്കാരൻ മസിൽ പിടിച്ചപ്പോഴാണ്, സംഘടനക്കാരനെ കൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രയോജനമൊന്നും ദൈവത്തിനോ ദൈവത്തിൻ്റെ രാജ്യത്തിനോ ഇല്ലാത്ത ഒരു സാഹചര്യം വന്നപ്പോഴാണ് ദൈവം സത്യത്തിൽ നൂജൻ സഭകൾക്ക് അവസരം കൊടുത്തത്. അതൊരു ഉണർവിൻ്റെ കാലഘട്ടമായിരുന്നു. ഒരു കാലത്ത് മധ്യ കേരളത്തിൽ അത് തുടങ്ങി, അനേക ശക്തരായ ദൈവദാസന്മാരെ ഉപയോഗിച്ച് തുടങ്ങി വെച്ച നൂജൻ പ്രസ്ഥാനങ്ങൾ. അതിന് നമുക്ക് പ്രത്യേകമായി പറയേണ്ടത് ഈ കത്തോലിക്ക സഭകളിൽ അല്ലെങ്കിൽ പൗരോഹിത്യ സഭകളിൽ നടന്ന ഒരു കരസ്മാറ്റിക് മൂവ്മെൻറ്റും അതിൻ്റെ ഒരു അടിസ്ഥാനമായിരുന്നു. പ്രത്യേകിച്ച് പോട്ട ധ്യാന മന്ദിരം നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ടതായിരുന്നു. ഓരോ ആഴ്ചയിലും 10,000-ഓളം ആളുകളെ പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ വചനമൊക്കെ കേൾപ്പിച്ച് ആരാധിപ്പിച്ചൊക്കെ ഇറക്കി വിട്ടവർ വെളിയിലോട്ട് വന്നവർ അവർ സഭകൾക്കകത്ത് നിൽക്കാതെ മതങ്ങൾക്കകത്ത് നിൽക്കാതെ അവർ പുറത്തേക്ക് ഇറങ്ങുകയും അവർ പിന്നീട് ഇതിൻ്റെ പൂർത്തീകരണം എന്താണെന്ന് മുന്നോട്ട് പോവുകയും പന്തക്കോസ്ത വിശ്വാസത്തിലേക്ക് വരികയും അതിൽ ഉറയ്ക്കുകയും ഒക്കെ ചെയ്തതാണ് നൂജൻ സഭകൾക്ക് തുടക്കത്തിൽ ഇതൊരു വലിയ വളർച്ചയായത്. അന്ന് അതിനുവേണ്ടി ജീവൻ കൊടുക്കാൻ കുറേ ചെറുപ്പക്കാരായ ശുശ്രൂഷകർ നിൽക്കുകയും ചെയ്തു, ദൈവം അതിനെ ഉറപ്പിക്കുകയും ചെയ്തു എന്നതാണ് നൂജൻ സഭകളുടെ തുറക്കം കൂടെ നമ്മൾ നോക്കിയാൽ. എന്നാൽ പിന്നീട് നിയന്ത്രിക്കാൻ ആളില്ലാതെ വരികയും സമ്പത്തും സൗന്ദര്യമുള്ള സ്ത്രീകളും അമിതമായി വന്നുകൂടുകയും ചെയ്തപ്പോൾ ഇന്നത്തെ രീതിയിലേക്ക് കാര്യങ്ങൾ മാറിപ്പോയി. ഇന്നത്തെ രീതിയിലേക്ക് കയറിപ്പോയി. എന്താണ് പ്രസംഗിക്കേണ്ടതെന്ന് പോലും അറിയാനുള്ള ഒരു ജ്ഞാനമില്ലാത്ത അവസ്ഥയിലേക്ക് പോയി. കാരണം ഇവരെ ഒന്നും നിയന്ത്രിക്കാൻ ആരുമില്ല. ഇവരെല്ലാം സ്വയം പ്രഖ്യാപിത അപ്പസ്തോലന്മാരും ആര് പറഞ്ഞാൽ കേൾക്കാത്തവരും
സ്വയമായി കാര്യങ്ങൾ ചിന്തിക്കുന്നവരും ഒക്കെയാണ്. അപ്പം ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനവും ഇല്ലെന്നായി, പരിശുദ്ധനെക്കുറിച്ചുള്ള ജ്ഞാനവും ഇല്ലെന്നായി, ദൈവഭയവും പോയി. ദൈവം ഈ എന്തെങ്കിലും ചെയ്താൽ തത്സമയം ദൈവം അതിൻ്റെ ബാക്കി ചെയ്യാത്തത് കൊണ്ട് ഇവർക്ക് സ്വാതന്ത്ര്യം കൂടി. എന്നാൽ ദൈവം ഒന്നും ചെയ്യാതിരുന്നില്ല എന്നതാണ് ഇന്നത്തെ സംഭവങ്ങളുടെയൊക്കെ ആധാരം. ഇന്ന് നമ്മൾ നോക്കിയേ, കോട്ടയം അല്ലെങ്കിൽ മധ്യ കേരളം കേന്ദ്രീകരിച്ച് തുടങ്ങിയ ന്യൂജൻ പ്രസ്ഥാനങ്ങൾ ഭയങ്കരമായി വളർന്നതിൻ്റെ കള്ളത്തരങ്ങൾ മുഴുവൻ പുറത്തു വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ ദൈവത്തിൻ്റെ കൈ തന്നെയുണ്ട്. കാര്യം ചാനലുകാരെയാണ് നമ്മളിപ്പോൾ ചിന്തിക്കുന്നതെങ്കിലും ഈ ചാനലുകാരോടൊക്കെ ഇത് പറഞ്ഞു കൊടുത്തത് സത്യത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇസ്രായേൽ ജനം പാപത്തിൽ വീണപ്പോഴൊക്കെയും ശത്രു രാജ്യങ്ങളെ ഇളക്കി വിട്ടതൊക്കെയും ദൈവമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. കാരണം ശത്രു രാജ്യങ്ങൾ കയറി വന്നപ്പോൾ ഇവരെ കീഴടക്കാൻ ദൈവത്തിൻ്റെ കൈ മാറ്റിക്കൊടുത്തു എന്ന് പറഞ്ഞതുപോലെ ഇന്നത്തെ കാലത്ത് ഈ കുഴി തോണ്ടലൊന്നും ദൈവസഭയ്ക്ക് ഒരു ദൂഷ്യമായിട്ട് വരികയല്ല. കാരണം ദൈവസഭ 2000-ഓളം വർഷം വലിയ പ്രതിസന്ധികൾ കടന്ന് ഇവിടം വരെ എത്തിയതാണ്. ഇനി നമുക്ക് മത്തായി സുവിശേഷത്തിൽ നിന്ന് ഒരു വാക്യം ഒന്ന് വായിക്കാം. അത് മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം പറയുന്നു, ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള കവാടങ്ങൾ അതിനെ ജയിക്കുകയില്ല. പത്രോസെ നീ പാറയാകുന്നു എന്ന് ഭൂമിയിൽ ഒരു ബൈബിളിലും ഇല്ല, VOC ബൈബിളിലും ഇല്ല. അത് വിശ്വാസിയെ പറഞ്ഞു പഠിപ്പിച്ചത് അങ്ങനെ. അപ്പോൾ പത്രോസെ നീ പാറയാകുന്നു എന്ന് പറഞ്ഞിട്ട് കർത്താവ് പറഞ്ഞു, കർത്താവ് എന്ന പാറമേൽ, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്ന പത്രോസിൻ്റെ മേൽ ദൈവസഭ പണിത എങ്ങനെ ഇരുന്നേനും? അപ്പോൾ പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ കർത്താവിൻ്റെ സഭയെ ശുദ്ധീകരിക്കാൻ ചില കൈകളൊക്കെ കർത്താവ് വിട്ടുകൊടുക്കുമ്പോൾ നടക്കുമെന്നല്ലാതെ പാതാള കവാടങ്ങൾ ഇതിനകത്ത് ജയിക്കാനൊന്നും പോകുന്നില്ല. ഇതാണ് ദൈവസഭയ്ക്കുള്ള പ്രത്യാശ. കർത്താവ് തൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ഇത് നമുക്ക് തെളിവ് പറയാവുന്ന ദാനിയേലിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 30 മുതൽ 37 വരെ നോക്കിയാൽ നമുക്കറിയാം, നെബുക്കസർ എന്ന് പറഞ്ഞ അഹങ്കാരിയായ ഒരു രാജാവ് പറഞ്ഞു, ഇത് എൻ്റെ കൈ കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഇവൻ ചില വർഷങ്ങൾ പുല്ല് തിന്നു പോയെന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞ പോലെ ഇന്നും ദൈവത്തിൻ്റെ സഭയെ കയറി നിന്നിട്ട് ഇത് എൻ്റെ കൈ കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ വാവേലാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പുല്ല് തിന്നും. ചിലപ്പോൾ ഭൗതികത്തിൽ അവനൊന്നും സംഭവിക്കുകയില്ലായിരിക്കും, അത് സംഭവിക്കുകയോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ല. പക്ഷേ അതിന് 37-ാമത്തെ വാക്യം പറയുന്നത്, നിഗളിച്ച് നടത്തുന്നവരെ താഴ്ത്തുവാൻ അവൻ പ്രാപ്തനാകുന്നു എന്നാണ് ദാനിയേലിൻ്റെ പുസ്തകത്തിൽ എഴുതിയേക്കുന്നത്. നിഗളിച്ച് നടക്കുന്നവരെ താഴ്ത്തുവാൻ അവൻ പ്രാപ്തനാന്ന്. ഈ രാജാവിൻ്റെ വായിൽ നിന്ന് വന്ന അഹങ്കാരം വന്നതുപോലെ ദൈവസഭയ്ക്കും ദൈവരാജ്യത്തിനും എഴുന്നേറ്റ് വരുന്നവൻ്റെ വായ തന്നെ അവന് കുഴി തോണ്ടും. അതായിപ്പോൾ ഇത് കണ്ടത്. ബാംഗ്ലൂരുകാരൻ്റെ മകൻ ഇവിടെ വന്നിട്ട് അവനാ വിളിച്ചു പറഞ്ഞത് അവൻ ചെയ്ത അവനും അവൻ്റെ അപ്പനും അവൻ്റെ സഹോദരനും ഒക്കെ കൂടെ ദൈവരാജ്യത്തിന് ചെയ്ത ദ്രോഹത്തിൻ്റെ ബാക്കി പത്രം. ഞാൻ പറഞ്ഞില്ലേ, കേരളത്തിലെ അറിയപ്പെടുന്ന ദുരുപദേശകന്മാർ മുഴുവൻ തന്നെ അവന്മാരുടെ അവിടെ നിന്ന് വന്നതാണ്. മത്തം കുത്തിയാൽ കുമ്പളം മുളയ്ക്കുകയല്ല. അതുകൊണ്ട് മത്തം കുത്തി കുമ്പളം മുളയ്ക്കാതെ വന്നതുകൊണ്ട്, മത്തം തന്നെ മുളത്തത് കൊണ്ടാണ് ഇതെല്ലാം വന്നത്. അതിൻ്റെ എല്ലാം ശിക്ഷ മേടിച്ച് കെട്ടണം. അപ്പോൾ ദൈവം അനുവദിക്കുന്ന കാലം മാത്രമേ ഈ ചാനലുകാർ ഇത് വലിച്ചു കീറുള്ളൂ. ദൈവം അനുവദിക്കുന്ന കാലം വരെ ചാനലുകാർ ഇത് വലിച്ചു കീറുകയും ചെയ്യും. വലിച്ചു കീറുകയും ചെയ്യണം എന്നതാണ് സത്യം. കള്ളനെ എല്ലാം പിടിക്കട്ടെ. യഥാർത്ഥ ദൈവമക്കൾ കള്ളന്മാരെ എല്ലാം പിടിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഇപ്പോൾ വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ നമ്മൾ പറയുന്നത് എഫേസോസ് സഭയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത്, അവർ പരീക്ഷിച്ചറിഞ്ഞിട്ട് അപ്പസ്തോലന്മാരല്ലായിരിക്കെ അപ്പസ്തോലന്മാരെന്ന് പറഞ്ഞ കള്ളന്മാരെ തിരിച്ചറിഞ്ഞ് തിരിച്ചറിഞ്ഞു എന്ന് പറയുന്നതാണ്. എന്ന് പറഞ്ഞ പോലെ ജനം തിരിച്ചറിയട്ടെ. വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് 1 രാജാക്കന്മാർ 19:18 പറയുന്നു, 7000 പേരെ, ബാലിന് മുട്ടുമടക്കാത്ത 7000 പേരെ ബാലൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മലയാള നാട്ടിൽ അങ്ങനെ ദൈവം വെച്ചിട്ടുണ്ട്. അതൊരു പ്രത്യാശയാണ്. അതുകൊണ്ട് കുഴി തോണ്ടുന്നവൻ കുഴി തോണ്ടട്ടെ, അവനെ കൊണ്ട് തോണ്ടിക്കുന്നത് ദൈവം തന്നെയാണ്. അവൻ്റെ നാവേൽ ഈ തരം ഒരു ആത്മാവിനെ ദൈവം അയച്ചേക്കുന്നതാണ്. ദൈവത്തിൻ്റെ അതിനുള്ള സംവിധാനങ്ങളുണ്ട്. ദൈവം ഇനിയും നമ്മൾ ചിന്തിച്ചോ, ഇനിയും കള്ളന്മാർ വെളിപ്പെടും. അവിടെ ഒതുങ്ങി നിൽക്കുന്നത് ഇപ്പം തന്നെ ഒരുമാതിരിപ്പെട്ടവൻ്റെ എല്ലാവരും വെളി വന്ന് അറിയപ്പെടുന്നവന്മാരെല്ലാം വെളിപ്പെട്ടു. ഇനിയും വെളിപ്പെടും.
ഇനി ഇതിൻ്റെ കുറച്ചുകൂടെ ആഴങ്ങളിൽ വെളിപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി കേരളത്തിൽ ഈ ഉണ്ടായിരിക്കുന്ന 7000 പേര്, നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഏലിയാവിനോട് പറഞ്ഞതുപോലെ ഈ 7000 പേരെ ഒളിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അവർ വെളിപ്പെട്ട് വരട്ടെ, അവരൊരു ന്യൂ ജോഷുവ ജനറേഷനായി വരട്ടെ. അവരിലൂടെ ദൈവം തൻ്റെ സഭയെ കൊണ്ടുപോയിക്കോളും. അത് നമുക്കൊരു പ്രത്യാശയാണ്. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ, കർത്താവേ, അങ്ങ് ഈ ജനത്തെ സ്നേഹിക്കുന്നു. അങ്ങേക്ക് സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു ദൈവമാണ്. അങ്ങയുടെ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനം അതാണ്. അത് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഞങ്ങൾ വായിക്കുമ്പോൾ ദീർഘക്ഷമ, ഈ ജനം രക്ഷിക്കപ്പെടണം, മാനസാന്തരപ്പെടണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. ആയതിനാൽ പിതാവേ, ഇവർക്കൊരു മാനസാന്തരം വരത്തക്കവണ്ണം ദൈവം കാര്യങ്ങൾ ക്രമീകരിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മാനസാന്തരപ്പെടാത്തവൻ അവർ തുടങ്ങി വെച്ചവർ, അവരെ ഓരോന്നിനെയും ദൈവം വെളിപ്പെടുത്തണമേ. ദൈവം വെളിപ്പെടുത്തി തൻ്റെ രാജ്യത്ത് നിന്ന് അവരെ ശുശ്രൂഷയിൽ നിന്ന് മാറ്റിക്കളയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, യോഗ്യന്മാരെ എഴുന്നേൽപ്പിക്കുകയും ദൈവസഭ മുന്നോട്ട് യോഗ്യമായി കൊണ്ടുപോവുകയും ചെയ്യണമേ. കർത്താവെ, അങ്ങയുടെ സഭ, അങ്ങയുടെ ജനം അനുഗ്രഹിക്കപ്പെട്ടവരായി നിൽക്കുവാൻ ദൈവം ഇടയാക്കണം, അനുഗ്രഹിക്കണം. അങ്ങ് പ്രാർത്ഥന കേട്ട കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.